കരിപ്പൂരിൽ സ്വർണം കടത്തി പിടിക്കപ്പെടുന്നവരിൽ 99% മുസ്ലിം പേരുകാരെന്ന KT ജലീലിന്റെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. ജലീലിന്റെ ഈ പ്രസ്താവന അപകടകരവും ഗുരുതരവുമാണെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ജലീലിന്റെ കൂടെയുള്ളവർ കള്ളക്കടത്തുകാരാണോ എന്ന് ചോദിക്കുന്നുമുണ്ട്. കള്ളക്കടത്ത് കേസുകളിൽ പിടിയിലായവരുടെ പേര് പുറത്തുവിട്ട് എത്ര മുസ്ലിങ്ങൾ ഉണ്ടെന്ന് ജലീൽ വ്യക്തമാക്കണം. ഒരു സമുദായത്തെ മുഴുവൻ കുറ്റവാളികളാക്കാൻ എവിടെ നിന്നാണ് പ്രചോദനം കിട്ടിയതെന്നും സലാം ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തെക്കാൾ ഗുരുതരമാണ് ജലീലിന്റെ പ്രസ്താവന. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. KT ജലീൽ സമുദായത്തോടും ലോകത്തോടും മാപ്പ് പറയണം. ഒരു സമുദായത്തെ മുഴുവൻ ക്രിമിനലുകളാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയെന്നും സലാം വിമർശിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു KT ജലീലിന്റെ പരാമർശം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കമന്റിന് മറുപടിയായിട്ടാണ് ജലീലിന്റെ ഈ വാദം. കള്ളക്കടത്തിനും ഹവാലയ്ക്കും വേണ്ടി മലപ്പുറം പ്രേമവും സമുദായ സ്നേഹവും ഒലിപ്പിക്കുന്നവരോട് എന്ന തലക്കെട്ടായിരുന്നു KT ജലീൽ തന്റെ പോസ്റ്റിന് നൽകിയിരുന്നത്. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. തെറ്റു ചെയ്യുന്നത് ഏത് മതസമുദായക്കാരായാലും അതിനെതിരെ ശക്തമായ എതിർപ്പുയരേണ്ടത് ബന്ധപ്പെട്ട മതവിഭാഗങ്ങളിൽ നിന്നാണ്. ക്രൈസ്തവ സമുദായത്തിലെ തെറ്റുകളെ എതിർക്കാൻ മുന്നോട്ട് വരേണ്ടത് ക്രൈസ്തവരാണ്. മുസ്ലിങ്ങളിലെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് മുസ്ലിങ്ങളാണ്. ഹൈന്ദവർക്കിടയിൽ അരുതായ്മകൾ പറയേണ്ടത് ഹൈന്ദവരാണ്. അല്ലാത്ത പക്ഷം താന്താങ്ങളെ ഇകഴ്ത്താൻ ഇതര മതസ്ഥർ കാണിക്കുന്ന കുൽസിത നീക്കങ്ങളായി ഇത്തരം ഇടപെടലുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടും. മതപരിഷ്കരണങ്ങളും സാമൂഹ്യ നവോത്ഥാനങ്ങളും അങ്ങനെ നടന്നിട്ടുള്ളൂ. കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടികൂടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണ്. അതിനെ അഭിമുഖീകരിക്കാത്ത എന്തു പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത് എന്നും KT ജലീൽ ചോദിക്കുന്നു. സ്വർണ്ണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ്. അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ ഖാലിമാർ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാമോഫോബിക് ആവുക? അവനവന്റെ കണ്ണിലെ കുന്തം കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെ കുറിച്ച് സമൂഹത്തിന് പുച്ഛമാണ് ഉണ്ടാവുക. ഒരണുമണി തൂക്കം തെറ്റു ചെയ്യാത്ത മലപ്പുറംകാരനായ എന്നെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയവനെന്നും കള്ളക്കടത്തുകാരനെന്നും ചാപ്പകുത്തി താറടിച്ച് അപമാനിക്കാൻ മാധ്യമപ്പടയും മുസ്ലിം ലീഗും കോൺഗ്രസും BJPയും ഒരു മെയ്യായി നിന്ന് നടത്തിയ വേട്ട നടന്നപ്പോൾ ഈ നവസമുദായ സ്നേഹികൾ ഏത് മാളത്തിലാണ് ഒളിച്ചിരുന്നത്? അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയം? ഏത് പള്ളിക്കാട്ടിലാണ് ഇവരുടെ സമുദായ പ്രേമം കുഴിച്ചു മൂടിയിരുന്നത്? സ്വർണ്ണക്കള്ളക്കടത്ത് മതവിരുദ്ധമാണെന്ന് പറയാൻ ഖാളിമാർ തയ്യാറാവണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ എന്തിനാണിത്ര ഹാലിളക്കം? ഞാൻ പറഞ്ഞത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനോടല്ല, എന്റെ കൂടി ഖാളിയോടാണ്. സ്വർണ്ണക്കടത്തുകാർ വഴിയും ഹവാലക്കാർ വഴിയും വിദേശത്തു നിന്ന് കിട്ടുന്ന പണം ഏതെങ്കിലും ആളുകൾ നാട്ടിലെത്തിക്കുന്നത് പുറത്തറിയുമെന്ന ഭീതി ആർക്കെങ്കിലും ഉണ്ടോ? UAE കോൺസുലേറ്റ് നൽകിയ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തതിനെതിരെ എന്നെ ഉടൻ കൽത്തുറുങ്ങിലടയ്ക്കണമെന്ന് കത്തെഴുതിയ കോൺഗ്രസ് നേതാവും MPയുമായ ബെന്നി ബെഹനാനെതിരെ ഒരക്ഷരം ഉരിയാടാത്ത തൃത്താലയിലെ തോറ്റ MLAയുടെ കറകളഞ്ഞ കാപഠ്യത്തിന് എന്തൊരു മൊഞ്ചാണ്! എല്ലാറ്റിനെയും മതത്തിന്റെ കണ്ണാടിയിലൂടെ മുടിനാരഴി കീറി പരിശോധിക്കുന്നവർ സ്വർണ്ണക്കടത്തും ഹവാലയും മതവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തതിന്റെ ഗുട്ടൻസ് ബുദ്ധിയുള്ളവർക്ക് തിരിയും. വാദിച്ച് കേസ് തോൽക്കാൻ ആരും മുതിരാതിരുന്നാൽ അവർക്ക് നന്ന്. നിങ്ങൾ ചെയ്യാത്തത് മറ്റുള്ളവരോട് കൽപ്പിക്കരുത്. ദൈവത്തിന്റെ അടുക്കൽ കൊടിയ പാപമാണ് എന്നും വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് KT ജലീൽ തന്നെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. അതേസമയം KT ജലീലിന്റെ പരാമർശം വലിയ വിവാദത്തിലെത്തിയതോടെ ലീഗിനെ വെല്ലുവിളിച്ചുകൊണ്ട് KT ജലീൽ വീണ്ടും രംഗത്ത് വന്നിരുന്നു. സ്വർണ്ണക്കടത്ത് പ്രതികളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങൾ എന്ന നിലപാട് ആവർത്തിക്കുകയാണ് KT ജലീൽ ചെയ്തത്. വിഷയത്തെ അഭിമുഖീകരിക്കാതെ മുസ്ലിം സമുദായത്തിൽ എന്ത് പരിഷ്കരണം നടത്താനാണ് മലപ്പുറം പ്രേമികൾ ശ്രമിക്കുന്നതെന്ന് KT ജലീൽ വീണ്ടും ആവർത്തിച്ചു.